പങ്കെടുത്ത ഖുർആൻ വാർഷിക പ്രഭാഷണത്തിൽ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രഭാഷകൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. പ്രസിദ്ധനുമായ ഒരു പണ്ഡിതൻ അറേബ്യൻ എമിറേറ്റിൽ നടത്തിയ ആദർശ പടയോട്ടത്തിന്റെ തിളങ്ങുന്ന ഏടായി മാറി 2006 ഒക്ടോബർ 6 ദുബായ് ദേര ഈദ്ഗാഹിൽ നടന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ റമദാൻ പ്രഭാഷണം. ആ പരിശുദ്ധ ഖുർആൻ നേരിടാൻ വേണ്ടി വന്നവരൊക്കെ പരാജയപ്പെട്ട് പിന്നെ അവർ വളഞ്ഞ വഴിയിലൂടെ നോക്കുകയാണ്. UAE ഗവൺമെന്റിന്റെ കീഴിൽ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ആൽ നഹിയാന്റെ രാജ്യത്ത് നടന്ന അന്താരാഷ്ട്ര മൗലിദ് സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. 2008 മെയ് 13 ഖത്തർ വിദേശ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ ദോഹ ഷെറാട്ടൺ ഹോട്ടലിൽ നടന്ന ഇസ്ലാം ജൂത ക്രൈസ്തവ പണ്ഡിതന്മാർ സംബന്ധിച്ച 6ാമത് മതസംവാദത്തിൽ പങ്കെടുത്ത ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട വ്യക്തി ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അറബ് രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാരുമായി ഏറ്റവും അധികം ബന്ധമുള്ള ഇന്ത്യൻ പണ്ഡിതനുള്ള ഇന്തോ അറബ് അവാർഡ് ലഭിച്ച വ്യക്തിയും ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഇനി ഖാസിമിയുടെ മറ്റൊരു ഇബാദത്ത് കൂടി നിങ്ങളൊന്ന് കാണുക. പോലും വഴങ്ങിത്തരാത്ത കർമ്മസാഫല്യങ്ങളുടെ കഥകൾ കാന്തപുരത്തിന്റെ ജീവിതത്തിന് കാന്തി വർദ്ധിപ്പിക്കുന്നത് അസൂയയോടെ നോക്കിക്കൊണ്ട് കാലം പണിതുകൊടുത്ത ചില്ലുകൂടുകൾക്കുള്ളിലിരുന്ന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ഖാസിമി വളച്ചുകെട്ടില്ലാതെ താങ്കളോടൊന്ന് ചോദിക്കട്ടെ, കാന്തപുരത്തിനെ പോലെയുള്ള ഒരു ആലിമിനെ ആക്ഷേപിക്കുന്നതിന്റെ വിധി എന്താണ്? എല്ലാവരും മുർത്തദ്ദാവും. ആ കൂടിയൊരു മുഴുവൻ മുർത്തദ്ദാവും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇപ്പൊ തോന്നുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുർത്തദ് കുറെ കാലം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എത്രയോ മുർത്തദ് പൊയിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതന്നെ ഞാൻ പറഞ്ഞു. ഇരുത്തില്ലാതെ ഇന്നൊരു അങ്ങാടിന് കയറാൻ കഴിയില്ല. അത്രയും അള്ളാനെ ആലിമിനെ നിന്ദിച്ചാൽ, ആലിമിന്റെ കോലം കെട്ടിയാൽ, ആലിമിന്റെ കോലത്തെ തീ കൊടുക്കാൻ കൊണ്ടുപോയാൽ, രാഷ്ട്രീയത്തിലെ ജയത്തിന്റെയോ തോൽവിന്റെയോ എന്തിന്റെ ആലിമിന്റെ കോലാണെന്ന് മനസ്സിലാക്കണം. ആലിം നിങ്ങൾ പറയപ്പെടുന്ന എന്നാൽ ഇന്നൊരു വ്യക്തി കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടാകാം, അത് വേറെ വിഷയമാണ്. പക്ഷെ ആലിമ മിസ്റ്റർ